ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. ഇന്ന് നമ്മൾ ട്രേഡ് മാർക്ക് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഡൽഹി ഹൈക്കോടതിയുടെ വിധി ലാക്കോസ്റ്റും അതിൻ്റെ ആ ലോഗോ, ക്രൊക്കോഡൈൽ ലോഗോ ഉപയോഗിക്കുന്നതിന് അനുവദിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള അതിൻ്റെ വിധിയായിരുന്നു നമ്മുടെ വീഡിയോ. അതിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു, കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാക്കത്തക്ക തോതിലുള്ള സിമിലാരിറ്റിയുള്ള ലോഗോകൾ സമ്മതിക്കില്ല, പേരുകൾ സമ്മതിക്കില്ല. ഇതാണ് ആ വിധിയുടെ അടിസ്ഥാനപരമായ പോയിന്റ്. ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പലപ്പോഴും ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, നമ്മുടെ ബിസിനസ്സിനെ വളർത്തുന്നു, അതിനെ ബ്രാൻഡ് ചെയ്യുന്നു. നമ്മളതിനെ ബ്രാൻഡ് ചെയ്യുക, നമ്മൾ ലോഗോ ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയയുടെ പരസ്യം കൊടുക്കുന്നു, അവിടെയൊക്കെ നമ്മുടെ ലോഗോ പ്രദർശിപ്പിക്കുന്നു, മാർക്കറ്റിംഗ് നടത്തുന്നു, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ എല്ലാവരുടെ ആകത്തുക, നമ്മുടെ പ്രവർത്തിയുടെ, നമ്മുടെ ആ ഗുഡ് വില്ലിൻ്റെയും എല്ലാവരുടെ ആകത്തുകയാണ് നമ്മുടെ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിങ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തില്ലല്ലോ എന്നുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ നിയമവശങ്ങൾ കറക്റ്റ് ചെയ്യാക്കുക. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ലോഗോ, ഇതെല്ലാം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. കാരണം ആ ഒരു പേര് വേറൊരാൾ ഉപയോഗിക്കാനല്ല വരുന്നത്. നമ്മുടെ സ്ഥാപനം നല്ല രീതിയിലായി കഴിയുമ്പോൾ, നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ പേര് തന്നെ വേറൊരു സ്ഥാപനം എടുക്കുകയും ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, മാർക്കറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് എന്തായാലും ട്രേഡ് മാർക്കിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്, അതെടുക്കുക തന്നെ വേണം. ഇനിയാണ് സംഭവം വരുന്നത്. ഈ ട്രേഡ് മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു, കോടതിയിൽ അല്ല ട്രേഡ് മാർക്ക് എടുക്കേണ്ടത്. ട്രേഡ് മാർക്ക് എടുക്കേണ്ടത് ലീഗൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലീഗൽ കോംപ്ലയൻസസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. നിയമപരമായ രേഖകൾ, ലൈസൻസുകൾ എല്ലാം ആ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രേഡ് മാർക്ക്. ആ ട്രേഡ് മാർക്കിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്ട്രക്ചറും നിങ്ങൾ ഫോം ചെയ്യണം. അത് LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പാണോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ, വൺ പേഴ്സൺ കമ്പനിയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തതയോടെ നിങ്ങൾ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ഇത് നമുക്ക് കണ്ടമാനം നേട്ടങ്ങൾ നമ്മുടെ ബിസിനസ്, അത് നമുക്ക് ബിസിനസ് ഒരു നല്ല നിലയിലെത്തി, പിന്നെ നമ്മുടെ ലോഗോയ്ക്ക് നമ്മുടെ പേര് വേറൊരു കോപ്പി അടിച്ചു അല്ലെങ്കിൽ സമാനമായ പേരുണ്ടാക്കി കേസ് കൂട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റും? നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യുമോ, നമ്മുടെ പേരും നമ്മുടെ മറ്റു കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിന് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇതല്ല. പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കുഴപ്പമാണ്. നമുക്ക് ട്രേഡ് മാർക്ക് എടുത്തേക്കാം, എല്ലാവർക്കും ട്രേഡ് മാർക്കിനെ പറ്റി അറിയാം. യൂട്യൂബിൽ കയറി ഒത്തിരി പേര് ട്രേഡ് മാർക്കിനെ പറ്റി ആധികാരികമായ സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. സംഭവം കിടന്നത് ഈ ട്രേഡ് മാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു സ്ഥാപനം, അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ എൻ്റെ ലോഗോ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടോ, എൻ്റെ ലോഗോയുടെ സാമ്യമുള്ള ഒരു ലോഗോ മറ്റൊരാൾ കൊണ്ടുവരുന്നുണ്ടോ, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ഇതൊന്നും നോക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ അപ്പം തന്നെ അതിന് വക്കീൽ നോട്ടീസ് അയക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു പ്രോഡക്റ്റിന് ലോഗോയ്ക്ക് സമാനമായിട്ട് ലോഗോയോ അല്ലെങ്കിൽ ഒരു പേരോ നിങ്ങൾ മാർക്കറ്റിൽ കൊടുക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് വക്കീൽ നോട്ടീസ് കിട്ടും, ടെക്നോളജി കിട്ടും, വക്കീൽ നോട്ടീസും അടുത്ത സ്റ്റെപ്പ് കേസിലേക്ക് നീങ്ങും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് ഈ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും രജിസ്ട്രേഷൻ കുറച്ച് പൈസയും കൂടെ കൊടുത്ത് ട്രേഡ് മാർക്ക് എടുത്ത് മൊളിറ്റിയം എന്നൊരു വട്ടത്തിൽ എഴുതിക്കൊണ്ട് പോകുന്നതല്ല. അതൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് കിട്ടുന്നതും കിട്ടിക്കഴിഞ്ഞുള്ളതുമായ കാര്യങ്ങൾ. ട്രേഡ് മാർക്ക് കിട്ടുന്ന അതിന് തന്നെ ഒരു പ്രോസസ്സുണ്ട്. കാരണം ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാറ്റഗറിയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും അതേക്കുള്ള കോടതി വിധികളാണത് ഓരോന്നും തമ്മിലുള്ള വ്യക്തത നിർണ്ണയിക്കുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും. ഇന്നും എനിക്കറിയാം, 12 പരം ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റുമായിട്ട് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നു. എത്ര രൂപയ്ക്ക് ട്രേഡ് മാർക്ക്, ഇതൊക്കെ എന്നുള്ള ചോദ്യമാണ്. അവർക്ക് ഇന്നും ട്രേഡ് മാർക്ക് കിട്ടിയിട്ടില്ല, കേസ് കൂട്ടേണ്ടതാണ്, കുറേ പൈസ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്നാൽ തുടക്കത്തിൽ തന്നെ അത് ഏത് രീതി ചെയ്താലാണ് അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ, ചിലപ്പോൾ പേരും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി നമ്മൾ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ബേസിക് പോയിന്റ് ഇത്രേ ഉള്ളൂ. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് പൈസ കൊടുത്ത് ടീമും മേടിച്ചു, നമ്മുടെ സ്ഥലം കയറി. പിന്നെ ആരാണ് ഇതിന് ബാക്കി നോക്കുന്നത്? ട്രേഡ് മാർക്ക് തന്നെ ആവുമോ? ആവില്ല. ട്രേഡ് മാർക്ക് ലിസ്റ്റ് പരിശോധിച്ച് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഒബ്ജക്ഷനും, അതുപോലെ തന്നെ ഹിയറിംഗ് വെക്കും, അതിന് നമ്മൾ ആവശ്യമായിട്ടുള്ള റിപ്ലൈകൾ കൊടുക്കണം. അങ്ങനെ ഒരു പ്രോസസ്സ് ഇതിൻ്റെ പിന്നിൽ കൂടി നടക്കുന്നുണ്ട്. വേറെ ആരുമില്ല, ആ പേര് മാത്രമേ ഉള്ളൂ, ആ ലോഗോ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ പ്രശ്നങ്ങളില്ല. അല്ലാത്ത കേസിൽ ഈ പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ട്രേഡ് മാർക്ക് അറ്റോർണി ലീഗൽ ഫേമുകളെ, ട്രേഡ് മാർക്ക് ഒരു കോർപ്പറേറ്റ് ലീഗൽ ഫേമുകളുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറയാൻ കാര്യം. ആപ്ലിക്കേഷൻ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് അതല്ല, അവർ നിങ്ങളുടെ ട്രേഡ് മാർക്ക് ഫോളോ അപ്പ് ചെയ്യും.
അത് കൃത്യമായിട്ട് നോക്കും. ആവശ്യമായ സമയത്ത് അവരതിന് റിട്ടേൺ കംപ്ലൈൻറ്റ് ഒബ്ജക്ഷനൊക്കെ വന്ന് അവർ അതിൻ്റെ റിപ്ലൈ ഫയൽ ചെയ്യും, ഹിയറിംഗ് നടത്തും. അതിനെ കടത്തിവിടാവുന്ന ഭാഗങ്ങളിലൂടെ കടത്തിവിട്ട സംഗതി നിങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ ലീഗൽ ഫേം അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് വക്കീൽ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡ് മാർക്ക് അറ്റോർണി എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക് കോഡ് ട്രേഡ് മാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള വക്കീൽമാർ അവരെ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അവർ ചെയ്യും. അതൊരു പ്രോസസ്സാണ്. ഇവിടെ തന്നെ സംഭവിക്കുക, ഏതെങ്കിലും സ്ഥാപനം ചിലപ്പോൾ IT കമ്പനി ആയിരിക്കും ട്രേഡ് മാർക്ക് എടുത്തവരുണ്ട്. ഈ ട്രേഡ് മാർക്ക് എടുത്ത സമയത്ത് ഈ IT കമ്പനി ആവില്ല, അതിലെ ഏജൻറ്റ് ഏതെങ്കിലും വക്കീലോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും, ട്രേഡ് മാർക്ക് ഏജൻറ്റൊക്കെ ആയിരിക്കും. ആ ഏജൻറ്റ് ആണെന്ന് പോലും പല ആൾക്കും അറിയില്ല, അവർ അന്വേഷണം നടക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണെന്നും ആ ട്രേഡ് മാർക്ക് എടുക്കുക എന്ന് പറയുന്നത് വെറും രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടായില്ല എന്നും അതിന് ഓരോ പല ഘട്ടങ്ങളുണ്ടെന്നും ഈ ഘട്ടങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് കൃത്യമായിട്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് ലീഗൽ ഫേമിനെ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് അറ്റോർണിയെ അല്ലെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റുമാർക്ക് എത്രത്തോളം ഹിയറിങ്ങും ഒക്കെ പറ്റും എന്ന് എനിക്കറിയില്ല. കാരണം സാധാരണ വക്കീലന്മാർക്കാണെങ്കിൽ അവർക്ക് കോടതിയിൽ പരിചയമുണ്ട്, വാദിച്ചും റിപ്ലൈ കൊടുത്തും അതിനെപ്പറ്റി എല്ലാം ചെയ്ത് അവർക്ക് പരിചയമുള്ളവർ. അപ്പോൾ അവരിൽ കൂടിയാണ് നിങ്ങളിത് ചെയ്യുക. അല്ലാതെ എത്ര പൈസ കൊടുത്തു, എവിടെ പൈസ കുറച്ച് കിട്ടണം, അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ കൊടുത്തു, ഒന്നും നടക്കില്ല. അങ്ങനെ എത്ര 1000 ആളുകൾ ട്രേഡ് മാർക്ക് വെറുതെ പൈസ കൊടുത്തിട്ടാണ്. അത് കുറേ പേര് കുറേ കാലം എനിക്ക് കിട്ടിയതുകൊണ്ട് രീതിയിൽ നടക്കും TM ഒക്കെ വെച്ച്, പിന്നെ അതും ഇല്ലാതാവും. ഇത് കോമൺ ആയിട്ട് സംഭവിക്കുന്ന കേസാണ്. അപ്പോൾ നിങ്ങളുടെ വ്യവസായ സ്ഥാപനത്തിന് എത്രത്തോളം പ്രാധാന്യം നിങ്ങൾ അതിൻ്റെ പ്രവർത്തനത്തിൽ കൊടുക്കുന്നുണ്ടോ അതിന് തുല്യമായൊരു പ്രാധാന്യം നിങ്ങളുടെ ലോഗോയ്ക്ക്, നിങ്ങളുടെ ലീഗലായ കോംപ്ലയൻസസിന് നിങ്ങൾ ചിലവാക്കണം. അത് തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ട്രേഡ് മാർക്ക് എടുക്കുന്ന കോർട്ട് റൂമിൽ നിന്നല്ല, ആദ്യം മുതലേ ചെയ്തു പോകേണ്ട കാര്യം. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഒരിക്കലും നമ്മൾ എവിടെയെങ്കിലും നമുക്കറിയില്ലാത്ത നമ്മൾ കേട്ടിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ടക്ന്ന് കൊണ്ട് കൊടുത്തു, പിന്നെ ഒന്നും നമുക്കറിയില്ല അതിനെപ്പറ്റി. അവരിതിന് ഫോളോ അപ്പ് നടത്തുമോ, അവരെത്ര കാലത്തേക്കാണ് നടത്തുന്നത്, ഹിയറിംഗ് വന്നാൽ എത്ര ഉറപ്പ് വരും, ഇതിൻ്റെ കാര്യം ഈ പുള്ളി മുമ്പ് നടത്തി പരിചയമുള്ള ആളാണോ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ട്രേഡ് മാർക്ക് വക്കീലന്മാരെ, ട്രേഡ് മാർക്ക് അറ്റോർണികളെ, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ലീഗൽ ഫേംസ്, ട്രേഡ് മാർക്ക് കൈകാര്യം ചെയ്യുന്ന കോർപ്പറേറ്റ് ലീഗൽ ഫേംസ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ സമീപിക്കുക. എല്ലാ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ അവരിൽ കൂടി നിങ്ങളുടെ ട്രേഡ് മാർക്ക് കൊണ്ടുപോവുക. അതാണ് വേണ്ടത്. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഭാഗം. ഫോർ ദ ടൈം ബീയിങ്, ഗുഡ് ബൈ.